നമ്മളെ വയനാട് അമ്പലവല്ലിൽ നടക്കുന്ന പൂപ്പൊലിന്റെ ഒരു റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ. 70 രൂപയാണ് ഇവിടെ ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത്. ഇവിടെ അമ്പെയ്ത്ത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒപ്പമുള്ള ചങ്കിന് അമ്പ് ചെയ്യാനൊരു ആഗ്രഹം. അങ്ങനെ ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ആള് അമ്പ് ചെയ്യാൻ പോയി. എന്തായാലും മിസ്സാക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആള് കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷെ അടുത്തത് പുള്ളി മിസ്സാക്കിട്ടോ. അങ്ങനെ ഏറ്റവും അവസാനത്തെ പുള്ളി കറക്റ്റായിട്ട് കൊള്ളിച്ചിട്ടുണ്ട്. എൻ്റെ വലിയ ലക്ഷ്യം കണ്ടിട്ടില്ലേലും എൻ്റെ ചുണ്ടിൽ ചെറുതായിട്ടൊന്ന് തട്ടി. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഞങ്ങളൊരു 7 മണിക്ക് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത് തന്നെ. ഒരു 7 മണി 7:15 ആയിട്ടും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ വാട്ടർഫാൾസ് ഒക്കെ കണ്ടു നിന്നു. എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അതിൻ്റെയൊക്കെ പരിപാടിയിലാണ്. ഞങ്ങളും ഒട്ടും മോശമല്ല, ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഗാർഡനൊക്കെ മുമ്പത്തെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ഇപ്രാവശ്യം ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒരു അമ്മൂമ്മ നിൽക്കുന്നോക്ക്. അതേപോലെ തന്നെ ഇതാ കടുവ, എഗെയിൻ വാട്ടർഫാൾസ്. ആരെങ്കിലും ഒരാളെങ്കിലും ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വേസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു. നാളെ സ്കൂൾ തുറക്കുന്ന കാര്യമൊക്കെ മറന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഒരു ലോഡ് കോഴികളുണ്ട് കേട്ടോ ഇവിടെ. പല വ്യത്യസ്ത ബ്രീഡുകളിലുള്ള കോഴികളെ നമുക്കിവിടെ കാണാം. ഒരു വെറൈറ്റി ഊഞ്ഞാൽ ഇപ്രാവശ്യം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെല്ലെ നടന്ന് സ്റ്റാളുകളിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാപ്പീൻ്റെ മരം കൊണ്ടുണ്ടാക്കിയ ചില കലാരൂപങ്ങളാണ്. ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ഇതൊക്കെ ഒരു മിനിയേച്ചർ വീട്, കൃഷി, മൃഗങ്ങൾ, അടിപൊളിയായിട്ടില്ലേ. പിന്നെ ഞങ്ങൾ പോയത് മെഡിക്കൽ എക്സിബിഷൻ്റെ അങ്ങോട്ടേക്കാണ്. ഇവിടെ പിന്നെ അത്യാവശ്യം ക്യൂ ഉണ്ട്. ഇത് നിങ്ങൾ മുമ്പത്തെ പൂപ്പൊലിക്കൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും. മനുഷ്യന്മാരുടെ അവയവങ്ങളെ കുറിച്ചുള്ള ഒരു സെക്ഷനാണിത്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോഴും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്റ്റാളുകളിലൊക്കെ ഭയങ്കര തിരക്കാണ്. ഇതിപ്പോൾ പഴയ നൊസ്റ്റാൾജിയ മിഠായികളുടെ ഒരു സെക്ഷനാണ്. ഇത് കുട്ടികളുടെ ടോയ്സിന്റെ സെക്ഷൻ. ഫുൾ ജഗബോഗ ഒച്ചപ്പാടാണ് ഇവിടെ. നമ്മളെ കൽപ്പറ്റ ഫ്ലവർ ഷോ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് സ്റ്റാളുകളുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് തൊപ്പികളുടെ സ്റ്റാളിലെത്തി. കൗബോയ് ഹാറ്റ്. ഇത് പിന്നെ കൂളിംഗ് ഗ്ലാസിന്റെ സെക്ഷൻ. കുറേ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉണ്ട്. എൻ്റെ ചങ്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കണോക്ക്. പിന്നെ ഈ കറങ്ങുന്ന സംഭവം എന്താണെന്നൊന്ന് നോക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം അത്രക്കും തിരക്കായിരുന്നു അവിടെ. ഇത് ചട്ടിമിഠായി. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന ആ ഒരു പഴയ സ്കൂൾ കാലഘട്ടമാണ്. ഇത് കണ്ടില്ലേ, കുറേ സ്റ്റാളുകൾ ഇനിയും ഓപ്പൺ ആവാനുണ്ട്. വരും ദിവസങ്ങളിൽ ഇതൊക്കെ ഓപ്പൺ ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾറെഡി ഇപ്പോൾ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ട് ഇവിടെ. ഇത് പിന്നെ ഫൈബർ മോതിരത്തിൽ പേരെഴുതി കൊടുക്കുന്ന ഒരു സെക്ഷനാണ്. കുട്ടികളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇത് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു. ഇതൊരു ചലഞ്ചാണ്. 5 സെക്കൻഡ് അനങ്ങാതെ നിർത്തണം. പിന്നെ ഫാമിലി ഗെയിംസിൻ്റെ കുറേ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവരും ഭയങ്കര ഉഷാർ കളിയാണ് ഇവിടെ. ഇത് കഴിഞ്ഞിട്ടായിരുന്നു ഫുഡിൻ്റെ സെക്ഷൻ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഗെയിമിങ്ങിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇവിടെ വിർച്വൽ ക്രിക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് ക്രിക്കറ്റ് കളിക്കാനൊരു ആഗ്രഹം. ഞാനും പോയി കളിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. വയനാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് മസ്റ്റായിട്ടും എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.